Good morning to all. ലേമാൻസ് ലോ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ലേമാൻസ് ലോ മലയാളം ഡിസ്കസ് ചെയ്യുന്നത് അഡോപ്ഷൻ ലോയെ കുറിച്ചാണ്. അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ ഹിന്ദു അഡോപ്ഷൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹിന്ദു അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്റ്റിലാണ് ഹിന്ദു അഡോപ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് നമ്മുടെ ഒരു സ്റ്റഡിയുടെ ഒരു ഈസി ഐസനസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിനെ 2 പാർട്ടുകളായിട്ട് തരംതിരിക്കാം. ഇപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്നത് അഡോപ്ഷനും പാർട്ട് 2 എന്ന് പറയുന്നത് മെയിൻ്റനൻസുമായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ പാർട്ട് 1 ആയ അഡോപ്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഡോപ്ഷൻ പറയുമ്പോൾ അഡോപ്ഷനിലെ എല്ലാ സെക്ഷനുകളിലും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ആ ഒരു ആക്ടിൻ്റെ ഒരു ആപ്ലിക്കബിലിറ്റി, അതുപോലെ തന്നെ ചില സെക്ഷനുകൾ മാത്രം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്റർ 2-ലാണ്, അതായത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിൻ്റെ ചാപ്റ്റർ 2-ലാണ് അഡോപ്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ അതിൽ സെക്ഷൻസ് വരുന്നത് സെക്ഷൻ 5 മുതൽ സെക്ഷൻ 17 വരെയുള്ള സെക്ഷനുകളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. സെക്ഷൻ 5 to 17. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു ആക്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസിലേക്ക് വരുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്ട് എന്നാണ് ഇനാക്ട് ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണെന്നുള്ളത് നമ്മൾ അറിയണം. സോ ഇവിടെ ഹിന്ദു ലോയെ എല്ലാം തന്നെ കോഡിഫൈ ചെയ്യുന്നത് 1956-ലാണ്. സോ ആ ഒരു ലോയുടെ കോഡിഫിക്കേഷൻ നടന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്റ്റും ഇവിടെ നിലവിൽ വരുന്നത്. ഇനി ഈ ആക്ടിൻ്റെ ഒരു ആക്ട് എവിടെയെല്ലാം ആപ്ലിക്കബിൾ ആണ് എന്ന് ചോദിച്ചാൽ ഓൾ ഓഫ് ഇന്ത്യ ആണ്, എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ആക്ടിൽ ഇതുവരെയും മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇത് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് തന്നെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ആക്ട് ആർക്കാണ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇവിടെ ഇത് ഹിന്ദു ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾ ഡൊമിസൈൽഡ് ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത് ഡൊമിസൈൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് താമസമാക്കിയിരിക്കുന്ന താമസക്കാരായിട്ടുള്ള ഹിന്ദുസിനാണ് ഇത് ആപ്ലിക്കബിൾ ആയി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹിന്ദു അഡൽട്ട് എങ്ങനെയാണ് ഒരു ചൈൽഡിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ലീഗൽ പ്രോസസ്സ് എന്താണ്, ഇതൊക്കെയാണ് ഈ ആക്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ആക്ടിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന മെയിൻ്റനൻസ് പാർട്ടിലേക്ക് വരുമ്പോൾ അത് പറയുന്നത് ഒരു ഹിന്ദുവിൻ്റെ ഓബ്ലിഗേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ലീഗൽ ഓബ്ലിഗേഷൻ ടു പ്രൊവൈഡ് മെയിൻ്റനൻസ് ടു വേരിയസ് ഫാമിലി മെമ്പേഴ്സ്, ലൈക്ക് അവരുടെ വൈഫ്, പാരൻസ്, അല്ലെങ്കിൽ അയാളുടെ ഡിപ്പെൻഡൻസ്, അയാളുടെ ഇൻലോസ്, അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മെയിൻ്റനൻസ് പാർട്ടിൽ പറയുന്നത്. ഇപ്പം നമ്മൾ മെയിൻ്റനൻസ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ അഡോപ്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിൻ്റെ ഒരു ആപ്ലിക്കബിലിറ്റി നമ്മൾ ഏകദേശം ചില പോയിന്റുകളൊക്കെ തന്നെ പറഞ്ഞു. അതായത് ഹിന്ദുസിനാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഇപ്പൊ ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു ടേം, അതിൽ ആരൊക്കെ വരും ആരൊക്കെ വരില്ല ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു റിലീജിയനിലെ ഏതെങ്കിലും അതിൻ്റെ എനി ഓഫ് ഇറ്റ്സ് ഫോം ആകാം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആകാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വീരശൈവ, അത് ഹിന്ദുവിൻ്റെ ഒരു ഫോം, ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഫോമാണ്. അതുപോലെ ലിംഗായത്ത്, അതുപോലെ എന്താണ് ഫോളോവർ ഓഫ് ദി ബ്രഹ്മ ഫോളോവേഴ്സ്, അതുപോലെ തന്നെ പ്രാർത്ഥന ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആര്യ സമാജ് ഫോളോവേഴ്സ്, ഇവരൊക്കെയും തന്നെ എന്താണ് ഈ ഒരു ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു റിലീജനിൽ പെടുന്ന ആളുകളാണ്. അതുപോലെ പേഴ്സൺ ബിലോങ്സ് ടു എ ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ്, ഇവരെല്ലാം തന്നെ നമ്മൾ കണക്കാക്കുന്നത് ആരായിട്ടാണ് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു ഡെഫിനേഷനിലേക്കാണ് ഇവരെ
അവരെയും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ഇനിയും ഇവിടെ ചൈൽഡ് ലെജിറ്റിമേറ്റ് ആയിക്കോട്ടെ ഇല്ലെജിറ്റിമേറ്റ് ആയിക്കോട്ടെ, അവരുടെ പാരൻസ് ഹിന്ദുസ് ആണെങ്കിൽ, ബുദ്ധിസ്റ്റ് ആണെങ്കിൽ, ജെയിൻ ആണെങ്കിൽ, സിഖ് ആണെങ്കിൽ അവർക്കും ഈ ലോ ആപ്ലിക്കബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ഒരു ചൈൽഡ് ലെജിറ്റിമേറ്റ് ആകട്ടെ ഇല്ലെജിറ്റിമേറ്റ് ആകട്ടെ, അവരുടെ പാരൻസ് ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ് തുടങ്ങിയ മതവിഭാഗങ്ങളിൽ ആണ് അവരുടെ ജീവിത രീതി അവരെ വളർത്തിയെടുത്തിരിക്കുന്നതെങ്കിൽ, അവരെയും നമ്മൾക്ക് ബ്രോട്ടപ്പ് ചെയ്തിരിക്കുന്നെങ്കിൽ അവരെയും നമ്മൾക്ക് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഡെഫിനേഷനിലേക്ക് കൊണ്ടുവരാം. ഇനി അതുപോലെ ഈ ആക്ട് ആപ്ലിക്കബിൾ ആയി വരുന്നത് ഇപ്പൊ ഒരു അബാൻഡൻ ചൈൽഡ്, ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടി, അതുപോലെ തന്നെ ആ കുട്ടി ഇപ്പൊ ലെജിറ്റിമേറ്റ് ആകാം, ഇല്ലെജിറ്റിമേറ്റ് ആകാം, അല്ലെങ്കിൽ അതിന്റെ പാരന്റേജ് നമ്മൾക്ക് നോട്ട് നോൺ ആകാം, അറിയാതിരിക്കാം. ഇനി അതിനെ ബ്രോട്ടപ്പ് ചെയ്തിരിക്കുന്നത്, അത് വളർന്നിരിക്കുന്നത് ഒരു ഹിന്ദുവായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിഖ് ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജൈനനായിട്ടാണെങ്കിൽ അവിടെയും നമ്മൾക്ക് അപ്ലിക്കബിൾ ആയി വരുന്ന ലോ എന്ന് പറയുന്നത്, ആക്ട് എന്ന് പറയുന്നത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ആണ്. ഇനി അതുപോലെ തന്നെ ഒരു വ്യക്തി ഹു ഹാസ് ബീൻ കൺവേർട്ടഡ് ടു ദ ഹിന്ദു, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ്, അല്ലെങ്കിൽ ജെയിൻ ഓർ സിഖ് റിലീജിയൻ, ഇതിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കും അപ്ലിക്കബിൾ ആയി വരുന്ന, ബൈ വേ ഓഫ് കൺവേർഷൻ ആണെങ്കിൽ അവർക്കും അപ്ലിക്കബിൾ ആയി വരുന്ന നിയമം എന്ന് പറയുന്നത് ഏതാണ്? ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് തന്നെയാണ്. അപ്പൊ ഇതാണ് ഈ ആക്ടിന്റെ ഒരു ആപ്ലിക്കബിലിറ്റി പറയുന്നത്. ഇനി ഈ ആക്ടിന്റെ ഒരു എക്സംഷൻ, അല്ലെങ്കിൽ ആക്ട് ആരെയൊക്കെ ഒഴിവാക്കി നിർത്തുന്നു, അല്ലെങ്കിൽ ആർക്കൊക്കെ ആപ്ലിക്കബിൾ അല്ല എന്ന് ചോദിച്ചാൽ, ഇവിടെ ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി ഓർ ജ്യൂസ്, ഇവർക്ക് ഈ ആക്ട് ആപ്ലിക്കബിൾ അല്ല. കാരണം ഈ ബാക്കിയുള്ള എല്ലാവരും ഈ ആക്ടിൽ കവർ ചെയ്യുന്നുണ്ട്. എന്താണ്, ഹു ആർ ഓർ എവരിവൺ റിസൈഡിങ് ഇൻ ഇന്ത്യ, ബട്ട് അവരാരാകാൻ പാടില്ല? ക്രിസ്ത്യനോ, മുസ്ലിമോ, പാഴ്സിയോ, ജ്യൂസോ ഒന്നും ആകാൻ പാടില്ല. അവർക്ക് ഈ ലോ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ. ഇനി ഈ ആക്ട് വിരൽ ചൂണ്ടുന്ന, അല്ലെങ്കിൽ ഈ ആക്ട് ഏതൊക്കെ മേഖലകളിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റുകളാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു വാലിഡ് അഡോപ്ഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് എ വാലിഡ് അഡോപ്ഷൻ എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആക്ട് മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഹൂ ക്യാൻ അഡോപ്റ്റ് എ ചിൽഡ്രൻ, ആർക്കൊക്കെ അഡോപ്റ്റ് ചെയ്യാം, ഇതും ഈ ആക്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇത് അതുപോലെ തന്നെ പ്രൊസീജിയർ ടു അഡോപ്റ്റ് ചിൽഡ്രൻ, അതുപോലെ തന്നെ എന്താണ്, ഒരു അഡോപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് വാട്ട് ആർ ദ ഒബ്ലിഗേഷൻസ് ഓഫ് ആൻ അഡോപ്റ്റഡ് പാരന്റ്, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ട അഡോപ്റ്റി, ആ കുട്ടിയുടെ എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത അഡോപ്റ്റഡ് പാരന്റ്സിന് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ, ഇതൊക്കെയും തന്നെ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അപ്പൊ നമ്മൾക്ക് ഇവിടെ നോക്കേണ്ടത് ആദ്യമായിട്ട് എന്താണ് അഡോപ്ഷൻ, വാട്ട് ഈസ് അഡോപ്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ആൻസർ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അഡോപ്ഷൻ എന്ന് അറിയണം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആക്ട്, അതായത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് അഡോപ്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ആസ് സച്ച് ഡിഫൈൻ ചെയ്യുന്നില്ല. കാരണം അത് ഡിഫൈൻ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, ആക്ട് പറയുന്നത് ആക്ടിന് മുമ്പുള്ളൊരു കാലഘട്ടമുണ്ട്. അതായത് 1956 ആക്ട് വരുന്നതിന് മുൻപ് ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡോപ്ഷൻ ഉണ്ട്. അന്ന് ഫോളോ ചെയ്യുന്നത് നമ്മൾ ശാസ്ത്രിക് ലോസ്, അതുപോലെ തന്നെ എന്താണ്, ഈ പുരാണങ്ങൾ, അതുപോലെ ഇതിഹാസങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ റിലേ ചെയ്യുന്നത്. അപ്പൊ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതുപോലെയുള്ള എന്താണ് സ്ക്രിപ്റ്റുകളും ഒക്കെ നോക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ സൺ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പുത്ര എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. സോ അപ്പൊ പുത്ര എന്ന് പറയുമ്പോൾ പും ആകുന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൻ അവനാണ് പുത്രൻ. അപ്പൊ നമ്മൾക്കൊരു വിവാഹം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുത്രൻ ഉണ്ടായില്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നതാണ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാൽവേഷൻ കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പുത്രനെ ദത്തെടുക്കും, ദത്തഹ പുത്ര,
അല്ലെങ്കിൽ ദത്തപുത്ര എന്ന് പറയും. അപ്പൊ അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള പുത്രന്മാരുണ്ട്. ക്ഷേത്രജപുത്ര, അതുപോലെ തന്നെ എന്താണ് ദത്തപുത്ര, സീമന്തപുത്ര, അങ്ങനെ പല പുത്രന്മാരും ഉണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് പുത്രന്മാരുണ്ട്. പക്ഷെ ഇവിടെ ആക്ടിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ പുത്രന്മാരൊന്നുമില്ല. ഇവിടെ ആക്ട് അനുസരിച്ച് സൺ, ഡോട്ടർ, ഇങ്ങനെ 2 വിഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ മനുസ്മൃതിയിലാണ് ഒരു ഡെഫിനിഷൻ മനു കൊടുത്തിരിക്കുന്നത്. ടേക്കിംഗ് സമ്മൺ എൽസ് സൺ ആൻഡ് റേസിംഗ് ഹിം ആസ് എന്താണ് വൺസ് ഓൺ സൺ, അല്ലെങ്കിൽ മറ്റൊരാളിന്റെ മകനെ എടുത്ത് നമ്മുടെ മകനായിട്ട് വളർത്തുക, ഇതിനെയാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിലേക്ക് വന്നപ്പോൾ അഡോപ്ഷൻ എന്ന് പറയുന്നതിന് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഒരു ഒരു വേർഡ് അവിടെ ഉപയോഗിച്ചു. ദാറ്റ് ഇസ് എന്താണ് ചൈൽഡ് ഇൻസ്റ്റെഡ് ഓഫ് സൺ. സൺ എന്ന് പറയുന്ന വാക്കിന് പകരമായിട്ട് അവിടെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ അതിന് ജെൻഡർ ഇൻഇക്വാളിറ്റി ഒന്നും ഇല്ല. ചൈൽഡ് ഇൻക്ലൂഡ്സ് ബോത്ത് ഗേൾ ചൈൽഡ് ആൻഡ് ബോയ് ചൈൽഡ്. അപ്പോൾ നോട്ട് മിയർലി എ സൺ. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കോഡ് വരാനുള്ള ഒരു റീസണും അത് തന്നെയാണ്. ഇവിടെ എപ്പോഴും ഒരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ട്, അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെയുള്ള ഒരു ഇനിക്വാളിറ്റി എക്സിസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈ ഒരു ആക്ട് വന്നതോടുകൂടി പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ നോക്കുമ്പോൾ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് അനുസരിച്ച് ബോത്ത് ബോയ് ആൻഡ് ഗേൾ ആർ സബ്ജക്റ്റ് ഓഫ് അഡോപ്ഷൻ ആണ്. ഇനി ഇവിടെ നമ്മൾ സെക്ഷൻ 6 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് അഡോപ്ഷൻ. ഒരു വാലിഡ് അഡോപ്ഷൻ നടക്കണമെങ്കിൽ വാട്ട് ആർ ദി എസെൻഷ്യൽ കണ്ടീഷൻസ് ആർ ടു ബി ഫോളോഡ്. അപ്പൊ ഇവിടെ എസെൻഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 6ലാണ്. നമുക്ക് അതിന് മുമ്പായിട്ട് സെക്ഷൻ 5 എന്നൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ആ സെക്ഷൻ 5ന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിട്ട് സെക്ഷൻ 6ലേക്ക് പോകാം. സെക്ഷൻ 5 പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 2-ൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും അനുസരിച്ചല്ല ഒരു അഡോപ്ഷൻ നടക്കുന്നതെങ്കിൽ, ഓർ ആൻ അഡോപ്ഷൻ മെയ്ഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ 2 ആണെങ്കിൽ ആ അഡോപ്ഷൻ വോയിഡ് ആയിരിക്കും എന്നാണ് സെക്ഷൻ 5 പറയുന്നത്. അപ്പൊ സെക്ഷൻ 5-ല് ഒരു അഡോപ്ഷന്റെ വാലിഡിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ചാപ്റ്റർ 2 അനുസരിച്ച്, ചാപ്റ്റർ 2 ഓഫ് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് അനുസരിച്ച് അല്ല ഒരു അഡോപ്ഷൻ നടക്കുന്നതെങ്കിൽ, അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, ദാറ്റ് അഡോപ്ഷൻ ഈസ് വോയിഡ്. അതാണ് സെക്ഷൻ 5 പറയുന്നത്. സോ കമ്മിങ് ടു സെക്ഷൻ 6 ആണെങ്കിൽ ഇവിടെ എസെൻഷ്യൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വാലിഡ് അഡോപ്ഷന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? സോ ഇവിടെ വാലിഡ് അഡോപ്ഷന്റെ എസെൻഷ്യൽസ് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ പേഴ്സൺ അഡോപ്റ്റിംഗ് ഹാസ് ദ കപ്പാസിറ്റി. ഇപ്പം നമ്മൾ ആരാണോ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് അയാൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആരെയാണോ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് അവർക്കും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ എയും ബിയും ഇവിടെ ഉണ്ട്. എ എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ ബി എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന ആളാണ്. 2 പേർക്കും ആക്ട് പറയുന്ന അതനുസരിച്ചുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ 2 കണ്ടീഷൻസ് ആയിട്ട് സെക്ഷൻ 6 പറയുന്നത്. ഇനി ഇവിടെ the person adopted is capable of being taken in adoption. അപ്പോൾ ഒരു ആളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ആ അഡോപ്ഷൻ ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇനി എപ്പോഴും അഡോപ്ഷൻ എന്ന് പറയുന്നത് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് ആയിരിക്കണം. അത് കംപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം, ആ കണ്ടീഷൻസ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം അഡോപ്ഷൻ നടക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 6-ല് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് അഡോപ്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ കേൾക്കുമ്പോൾ ഒന്നും ക്ലാരിറ്റി ഇല്ല. കാരണം കപ്പാസിറ്റി എന്ന് പറഞ്ഞു. അതായത് അഡോപ്റ്റ് ചെയ്യുന്ന ആളുടെ കപ്പാസിറ്റി, അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ കപ്പാസിറ്റി, അങ്ങനെയെങ്കിൽ എന്താണ് കപ്പാസിറ്റി എന്നുള്ളത് സെക്ഷൻ 6 പറയുന്നില്ല. പക്ഷേ സെക്ഷൻ 6-ലല്ല 7-ലും 8-ലും ഒക്കെ ചെല്ലുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സെക്ഷൻ 7-ഉം 8-ഉം ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു സംശയം, എന്താണ് ഈ കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള സംശയം
സംശയം മാറിക്കിട്ടും. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൂ ക്യാൻ അഡോപ്റ്റ് എ ചൈൽഡ്, ആർക്കൊക്കെ ഒരു ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്യാം. സോ അപ്പൊ ഇവിടെ ആർക്കൊക്കെ അഡോപ്റ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞ എന്താണ്, എ പേഴ്സൺ മസ്റ്റ് ബി എ ഹിന്ദു ആൻഡ് ഹാവ് ദ കപ്പാസിറ്റി ടു അഡോപ്റ്റ്, ഈ രണ്ട് വാക്കുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇവിടെ ആർക്കൊക്കെ അഡോപ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദു മെയിലിനും അഡോപ്റ്റ് ചെയ്യാം, ഒരു ഹിന്ദു ഫീമെയിലിനും അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ ഹിന്ദു മെയിലിന്റെ അഡോപ്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആപ്ലിക്കബിൾ ആയി വരുന്നത് സെക്ഷൻ 7 ആണ്. ഇനി ഹിന്ദു ഫീമെയിലിന്റെ അഡോപ്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ ആപ്ലിക്കബിൾ ആയി വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 8 ആണ്. അപ്പൊ സെക്ഷൻ 7ഉം സെക്ഷൻ 8ഉമാണ് ഒരു ഹിന്ദു മെയിലിന്റെയും ഹിന്ദു ഫീമെയിലിന്റെയും അഡോപ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനുകൾ എന്ന് പറയുന്നത്. സോ അപ്പം ഇന്ന് നമ്മളുടെ ഡിസ്കഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ സെക്ഷൻ 7, സെക്ഷൻ 8 തുടങ്ങി സെക്ഷൻ 17 വരെയുള്ള സെക്ഷനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക.